ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും എൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ബിഗ് ബോസ് സീസൺ 7 ഒരു പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ കുറേ ഗ്രൂപ്പുകൾ ഉണ്ടായി എന്നുള്ളതാണ്. ഇപ്പം കഴിഞ്ഞ സീസണിലൊക്കെ ഗ്രൂപ്പുകൾ ഉണ്ടായിരുന്നു എങ്കിലും ഇത്ര അധികം ഗ്രൂപ്പുകൾ തിരിഞ്ഞു കളിച്ചത് ഈ ബിഗ് ബോസ് സീസൺ 7 ഇത് എടുത്തു പറയാൻ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ഈ ഒരു ബിഗ് ബോസ് സീസൺ 7 ആരംഭിക്കുന്നതിന് മുമ്പായിട്ട് കുറേ പ്രൊമോ ലാലേട്ടൻ്റെ വന്നിരുന്നു. അതിൽ ഏറ്റവും കൂടുതൽ പറഞ്ഞിരുന്നതാണ് ഗ്രൂപ്പിസ് നടക്കില്ല, കരഞ്ഞുകൊണ്ടിരിക്കുന്നത് ശരിയാവില്ല, ഒറ്റപ്പെട്ട സ്ട്രാറ്റജി. അതിന് നമ്മൾ സ്ഥിരമായിട്ട് ബിഗ് ബോസിൽ കണ്ടുകൊണ്ടിരുന്ന ഒരുപാട് തന്ത്രങ്ങളുണ്ടല്ലോ അതിലത്തെ കണ്ടസ്റ്റൻസിൻ്റെ, അതൊന്നും ഇത്തവണ നടക്കില്ല, 7ന്റെ പണിയായിരിക്കും എന്നാണ് പറഞ്ഞത്. സത്യം പറഞ്ഞാൽ 7ന്റെ പണി അവർ കൊടുക്കുന്നുണ്ട്. ഗെയിം ആയാലും അങ്ങനെയൊക്കെ ആയിട്ട് 7ന്റെ പണിയാണ് കിട്ടിക്കൊണ്ടിരിക്കുന്നത്. അത് ഈ ഒരു സീസണിൻ്റെ ഒരു പ്രത്യേകതയായിട്ട് നമുക്ക് കണക്കാക്കുക എങ്കിലും ഇവരെല്ലാവരും ഈ ഗ്രൂപ്പായിട്ട് ഇങ്ങനെ കളിക്കുന്നതിൽ ലാലേട്ടൻ തന്നെ ഒരു വീക്കെൻഡിൽ വന്നിട്ട് പറയുന്നുണ്ട്. ഇപ്പോൾ അനുവിൻ്റെ ഒരു കാര്യം വന്നപ്പോൾ അനുവിനെ ഒരുപാട് ബുള്ളി ചെയ്യുന്നു എന്നുള്ളൊരു കാര്യം വന്നപ്പോൾ അനു പറയുന്നുണ്ട് ഇവരെല്ലാവരും ഗ്രൂപ്പ് തിരിഞ്ഞ് എന്നെ ഒറ്റപ്പെടുത്തുകയാണ് പറഞ്ഞപ്പോൾ ലാലേട്ടൻ പറഞ്ഞു ഇത് ഗെയിമിൻ്റെ ഒരു ഭാഗമാണ്. അവർ ഗ്രൂപ്പ് ഉണ്ടാക്കും, നിങ്ങൾ ഗ്രൂപ്പ് ഉണ്ടാക്കുക, കളിക്ക് മുന്നേറുക. ഇങ്ങനെ ആദ്യമായിട്ടാണ് കേട്ടോ ഞാൻ ഇങ്ങനെ ഒരു സ്റ്റേറ്റ്മെന്റ് ലാലേട്ടൻ ഒരു സീസണിൽ പറയണ കേട്ടത്. ഇതിന് മുമ്പുള്ള സീസണിലൊന്നും ഇങ്ങനെ ഗ്രൂപ്പ് തിരിഞ്ഞ് നിങ്ങൾ കളിക്കണം എന്ന് നേരിട്ട് ലാലേട്ടൻ പറയുന്നതായിട്ട് ഞാൻ കേട്ടിട്ടില്ല. അത് ആദ്യമായിട്ടാണ് ഇങ്ങനെ കേട്ടത്. അതിനുശേഷം തന്നെ ഉണ്ടല്ലോ ഈ ഗ്രൂപ്പ് തിരിഞ്ഞുള്ള ഈ ആക്രമണം കൂടിയിട്ടുണ്ട്. എസ്പെഷ്യലി അനുമോൾക്ക് എതിരെ അക്ബർ, അപ്പാനി, ആര്യൻ, ജിസേല്, രണ, പിന്നെ അതിലേക്ക് പുതിയതായിട്ട് വന്നിരിക്കുന്നതാണ് ബിന്നി. ഇത്രയും ഗ്യാങ് ഇതിലോട്ട് വന്ന് ആ കുട്ടിയെ ഒരുപാട് ദ്രോഹിക്കുന്നുണ്ട്. ശരിക്കും ബുള്ളിങ് ആയിട്ട് തന്നെയാണ് എനിക്ക് തോന്നുന്നത്. അതിപ്പോൾ നമുക്ക് അറിയാം, ഒരു തമാശ പറയുന്ന രീതിയിലൊക്കെ വന്നാലും ഒക്കെ നമുക്ക് അതിനെ എന്താ പറയുക, അത് തമാശയായിട്ട് ഒരു പാട്ട് പാടുന്നു, പാരഡി ഗാനം ഇറക്കുന്നു എന്നൊക്കെ പറയുമ്പോൾ നമ്മളത് രസകരമായിട്ട് കേട്ടിരിക്കും. പക്ഷെ എപ്പോഴും ഇതുപോലെയുള്ള കുത്തുവാക്കുകൾ പറഞ്ഞുകൊണ്ടുള്ള ഒരു ഇത് പറയുമ്പോൾ നമുക്കത് അത്ര വലിയ സുഖമായിട്ട് തോന്നുന്നു. പിന്നെ അപ്പാനിയും അക്ബറും ആദ്യമേ തൊട്ട് തുടങ്ങിയതാണ് രണ്ടുപേരും മറ്റുള്ള ആൾക്കാർ ഇങ്ങനെ വീക്ഷിച്ചുകൊണ്ട് കുറ്റം പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ ആ കുറ്റപ്പെടുത്തൽ മുഴുവൻ വന്നിരിക്കുന്നത് വൈൽഡ് കാർഡ് എൻട്രീസിൻ്റെ അടുത്തേക്കാണ്. ഈ വൈൽഡ് കാർഡ് എൻട്രീസിനെ കുറിച്ച് എപ്പോഴും പറയുന്ന ഒരു ഇത് പറയുന്നത് ഞങ്ങളാണ് ആദ്യം ഇവിടെ വന്നത്, ബിഗ് ബോസ് ഞങ്ങളെയാണ് ഇവിടേക്ക് ആദ്യം ഇട്ടത്, നിങ്ങൾ വൈൽഡ് കാർഡ് ഇത്ര ദിവസത്തിന് ശേഷം വന്നവരാണ്. അതുകുറിച്ച് അവരെ ശരിക്കും പറഞ്ഞാൽ പ്രൊവോക്ക് ചെയ്യാൻ വേണ്ടി പറയുന്നതാണെന്ന് നമുക്ക് കരുതാം. പക്ഷേ ഒരു പരിധി കഴിയുമ്പോൾ അത് അങ്ങനെയായിട്ട് തോന്നുന്നില്ല. അതാണ് അത് വൈൽഡ് കാർഡിന് എന്തോ ഒരു നമ്മൾ പറയില്ലേ ചിറ്റമ്മ നയം എന്ന് പറയില്ലേ, ഒരു തരം അവരെന്തോ കഴിവുകെട്ട ആൾക്കാരാണ്, അതുകൊണ്ട് ഇവരെ നല്ല ആൾക്കാരായതുകൊണ്ട് ഇവരെ ആദ്യമേ തൊട്ടിട്ടത്. പിന്നെ അവർ കഴിവ് ഇത്തിരി കുറഞ്ഞ ആൾക്കാരെ കൊണ്ട് അവരെ വൈൽഡ് കാർഡ് എൻട്രീസ് ആയിട്ട് ഇട്ടത്. അങ്ങനെയല്ലല്ലോ. വൈൽഡ് കാർഡ് എൻട്രീസ് എന്ന് പറഞ്ഞാൽ ഭയങ്കര ശക്തമായിട്ട് കളിക്കാൻ അറിയാവുന്ന, അതുവരെ ഉണ്ടായിരുന്ന ഗെയിമിന് പൊളിച്ചടുക്കി കയ്യിൽ കൊടുക്കുന്ന ആളുകൾ എന്ന രീതിയിലാണ് വൈൽഡ് കാർഡ് എൻട്രീസിനെ ഇടുന്നത്. അപ്പോൾ വന്നു കയറിയപ്പോൾ തന്നെ വൈൽഡ് കാർഡ് എൻട്രീസിൽ ഒരാൾ ഒഴികെ 4 പേരും നല്ല രീതിയിൽ പ്രതികരിക്കുന്ന, റിയാക്ട് ചെയ്യുന്ന നല്ല കണ്ടസ്റ്റൻസ് ആയിട്ട് തന്നെയാണ് എനിക്ക് തോന്നിയത്. ഇപ്പോൾ പ്രത്യേകിച്ച് പറയുകയാണെങ്കിൽ മസ്താനിയുടെ ഒരു ഗെയിം എല്ലാവർക്കും ദേഷ്യപ്പെടുത്തുന്ന ഒരു രീതിയാണെങ്കിൽ പോലും മിണ്ടാതെ ഒരു മൂലയ്ക്ക് കുത്തിരുന്ന രേണു സുധിയെ ഒരുപാട് പ്രൊവോക്ക് ചെയ്യാനായിട്ട് മസ്താനിക്ക് പറ്റി. അതേപോലെ അനുവിൻ്റെയും സൈത്യയുടെയും ആ ഒരു ഫ്രണ്ട്ഷിപ്പ്, ആ ഒരു ബോണ്ടിങ് അത് തകർത്തെറിയാനായിട്ട് മസ്താനിയെ കൊണ്ട് സാധിച്ചു. ഈ പ്രവീണിന്റെ കാര്യം പറയുകയാണെങ്കിൽ പ്രവീൺ ആര്യന്റെ ഈ ഒരു തരം എല്ലാവരും ഇങ്ങനെ വിലയില്ലാതെ പറയുന്ന ഒരു രീതി ഉണ്ടല്ലോ കളിയാക്കല്, ഇപ്പൊ വൈൽഡ് കാർഡിന്റെ അടുത്ത് ഭയങ്കര മോശമായിട്ടാണ് പെരുമാറുന്നത്. അതായത് അവരെല്ലാവരും ആ ബിഗ് ബോസ് ഹൗസിന്റെ ഓണേഴ്സും മറ്റൊരു റെന്റിന് വന്ന ആൾക്കാരെന്നുള്ള രീതിയിലുള്ള ഒരു പെരുമാറ്റം, ഒരു ആറ്റിറ്റ്യൂഡാണ് നമ്മുടെ ആര്യനെടുക്കുന്നത്. അപ്പോൾ അത് തുടങ്ങിയപ്പോൾ തന്നെ പ്രവീൺ അതുമായിട്ട് തർക്കിച്ച് പ്രവീണിന്റെ നല്ലോണം ആര്യന് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ആ പ്രവീണൊക്കെ ശരിക്കും പ്രതികരിക്കുന്ന ആളാണ്. പിന്നെ ജിഷിൻ എന്ന് പറയുന്ന ആള് ഷാനവാസിന്റെ മറ്റൊരു ഇരട്ട എന്നുള്ള രീതിയിലാണ്, ആവശ്യത്തിനും അനാവശ്യത്തിനും ഒക്കെ കയറി ഇടപെടുന്നു, ഷൗട്ട് ചെയ്യുന്നു. അങ്ങനെയാണ് ജിഷിൻ, അതായത് ആക്റ്റീവാണ് പുള്ളി. പക്ഷെ ഇതിന് ഈ 4 പേരും കഴിച്ച് പിന്നെ നമ്മുടെ ലക്ഷ്മി എന്ന് പറയുന്നത് ആവശ്യത്തിനൊക്കെ പ്രതികരിക്കുന്നുണ്ട്, അനാവശ്യമായിട്ട് ആൾ പ്രതികരിക്കാത്ത ഒരു ടൈപ്പാണ്. നയമൊക്കെ വ്യക്തമായിട്ട് അതിൻ്റെ ഉള്ളിൽ പറഞ്ഞിട്ടുണ്ട്. ആരെങ്കിലും ഇങ്ങോട്ട് കയറി മാന്താൻ വന്നു കഴിഞ്ഞാൽ ആൾ തിരിച്ചു മാന്തും എന്നുള്ള രീതിയിലുള്ള ഒരു ആറ്റിറ്റ്യൂഡാണ് ലക്ഷ്മിയുടെ ഭാഗത്ത് നിന്ന് നമുക്ക് കാണാൻ സാധിക്കുന്നത്. പക്ഷെ ഇതിൽ നിന്നൊക്കെ വ്യത്യസ്തനായിട്ടുള്ള ഒരാളാണ് സാബു മാൻ. ഈ സാബു മാൻ എന്തിനാണ് അതിനകത്ത് വന്നിരിക്കുന്നത് എനിക്ക് യാതൊരു ഐഡിയ ഇല്ല കേട്ടോ. നമുക്ക് എന്തെങ്കിലും ഒരു കാര്യത്തിന് അദ്ദേഹം നല്ലൊരു നന്മമരമാണ്, അല്ലെങ്കിൽ അദ്ദേഹം എന്താ പറയുക ഒരു കരച്ചിലോളിയാണ്, എങ്ങനെ ഒരു കാറ്റഗറിയിലും പെടുത്താൻ പറ്റുന്നില്ല. വെറുതെ ഒരാള് ചിരിച്ചുകൊണ്ട് ഇങ്ങനെ ഇരിക്കുന്നു, ഒരു അഭിപ്രായമില്ല. ഇനിയിപ്പോൾ ബിഗ് ബോസ് അതിനെ പിടിച്ചു നിർത്തിയിട്ട് 2 അഭിപ്രായം പറയാനായിട്ട് പറഞ്ഞ ആ ഒരു അവസരം കൊടുത്താൽ തന്നെ അത് പറഞ്ഞ് മുഴുവിപ്പിക്കാനുള്ള ഒരു കഴിവ് കാണുന്നില്ല. പിന്നെ സ്വന്തം കഥ പറയാനായിട്ട് ഒരു അവസരം കൊടുത്തു, ഏറ്റവും പുറകിൽ നിന്നിട്ട് കഥ പറഞ്ഞ് അത് ഫലിപ്പിക്കാൻ പറ്റുന്നില്ല.
അല്ലെങ്കിൽ ആ ഒരു കഥ പറയുന്ന സമയത്തിന് അത് തീർക്കാൻ പറ്റുന്നില്ല. ഇങ്ങനെ ഒരുപാട് നെഗറ്റീവുള്ള ഒരു എന്താ പറയുന്ന ഒരു വൈൽഡ് കാർഡ് എൻട്രി ആയിട്ടാണ് എനിക്ക് സാബുമാനെ കണ്ടത്. സാബുമാനെ ശരിക്കും വൈൽഡ് കാർഡ് എൻട്രി ആയിട്ട് ബിഗ് ബോസ് കൊണ്ടുവന്നത് വളരെ അമ്പെ പരാജയം എന്ന് എനിക്ക് പറയുള്ളൂ. അത് അവരെ അതിൻ്റെ അകത്തുള്ളവർ തന്നെ പറയുന്നുണ്ട്. എന്താണ് ഉദ്ദേശം മനസ്സിലായി. ഇപ്പോൾ റിയാസ് സലീമിനെ പോലെയുള്ള ശക്തമായുള്ള വൈൽഡ് കാർഡ് എൻട്രീസ് വന്ന് നമ്മൾ കണ്ടിട്ടുള്ളതാണ്. അപ്പോൾ ഒട്ടും കഴിവില്ലാത്ത ഒരു ആളെ കൊണ്ടുവന്നു വൈൽഡ് കാർഡ് എന്ന് വെക്കുമ്പോൾ എനിക്കത് അത്രയും അക്സെപ്റ്റ് ചെയ്യാൻ പറ്റിയിട്ടില്ല കേട്ടോ. എത്ര പെട്ടെന്ന് അദ്ദേഹം പുറത്തു പോയിരുന്നല്ലോ ഒരാളുടെ. ഇപ്പോൾ അദ്ദേഹത്തിന് പകരം മറ്റൊരു വൈൽഡ് കാർഡാണെന്ന് വിചാരിക്കുന്നത്. നല്ലോണം കളിക്കാൻ അറിയുന്ന ഒരു വൈൽഡ് കാർഡാണെങ്കിൽ അദ്ദേഹത്തിന് ഈ സീസണിൽ വരാൻ പറ്റിയില്ലല്ലോ. ഈ ഒരു സാബുമാനെ വിശ്വസിച്ച് ബിഗ് ബോസ് അതിനകത്ത് ഇട്ടുകൊണ്ട് ബിഗ് ബോസിനും തന്നെ ഒരു ചതി പറ്റി. അതുകൊണ്ട് ബിഗ് ബോസ് സാബുമാന് മാത്രമായിട്ട് ഒരു സെഗ്മെന്റ് കൊടുത്തു. നിങ്ങളെക്കുറിച്ച് കൂടുതൽ മറ്റുള്ളവരിലേക്ക് എന്തെങ്കിലുമൊക്കെ ഒന്ന് കോൺട്രിബ്യൂട്ട് ചെയ്യും, എന്തെങ്കിലും നിങ്ങളെക്കുറിച്ച് പറയുമെന്ന് ബിഗ് ബോസ് തന്നെ ഇത്രയും ഫോഴ്സ് പറയുന്ന ഒരു കണ്ടസ്റ്റന്റ് ചെയ്യിപ്പിച്ചു എന്നുള്ളത് ആദ്യമായിട്ട് ഞാൻ കാണുന്നത്. അത് സാബുമാനെ മാത്രമാണ് അങ്ങനെ കാണുന്നത്. പേര് തന്നെ സാബു മാൻ, എവിടെയും ഇല്ലാത്ത പോലെ ഒരു പേരും അദ്ദേഹത്തിന് ഒരു എന്താ എനിക്ക് മനസ്സിലായി ഡാൻസറാന്ന് പറയുന്നു, അല്ല ജിമ്മുണ്ട്, ഇതൊക്കെ കാണിക്കാനാണ് ഇങ്ങോട്ട് വന്നത്. കളിച്ച് മുന്നേറണ്ടേ. അപ്പുറത്ത് അനുമോളും ഷാനവാസും ആര്യനും ജിസേലൊക്കെ അടിച്ച് പൊളിച്ച് കസറി കളിക്കുന്ന സമയത്ത് ഒരു വൈൽഡ് കാർഡായിട്ട് ഇടയ്ക്ക് കയറി വന്നിട്ട് ഇവർ പറയുന്ന പോലെ നിങ്ങൾ ഒന്നും അല്ല എന്ന് പറയുമ്പോൾ ശരിയാണ് എന്നുള്ള രീതിയിൽ ഒരാൾ മറ്റു കൂടെ വന്ന കണ്ടസ്റ്റൻസ്, അതായത് വൈൽഡ് കാർഡ് കണ്ടസ്റ്റൻസ് ഒക്കെ പറയുന്നുണ്ട്, ബൂസ്റ്റപ്പ് ചെയ്യുന്നുണ്ട്, നീ നന്നാവണം, നീ പറയണം, നീ ചെയ്യണം എന്നൊക്കെ പറഞ്ഞാലും ആള് ചിരിച്ചുകൊണ്ട് ഇങ്ങനെ ഇരിക്കുന്ന ഒരു പ്രകൃതി. എനിക്ക് തോന്നുന്നു അദ്ദേഹം ഒരു മോഡലായിട്ട് കാണുന്നത്, അല്ലെങ്കിൽ എനിക്ക് തോന്നുന്നു കഴിഞ്ഞ സീസണിലെ ഒരു വ്യക്തി ഉണ്ടായിരുന്നില്ല അർജുൻ, ഒരു മോഡൽ. എനിക്ക് തോന്നുന്നു അത് പിടിച്ചിട്ടാണ് ആളെ ഇരിക്കണമെന്ന് എനിക്ക് സംശയമുണ്ട്. പക്ഷെ അർജുന് കളി വേറെ കളിയായിരുന്നു. അദ്ദേഹം ഗെയിമൊക്കെ കളിച്ച് കയറി വന്നു. അപ്പോൾ അദ്ദേഹം തോന്നി ഇങ്ങനെയൊക്കെ കളിച്ചാലും മതി എന്നുള്ള അങ്ങനെയാണ് ഒരു ആറ്റിറ്റ്യൂഡാണോ നിങ്ങൾക്ക് സംശയം, നിങ്ങൾക്ക് പോകാൻ അറിയാൻ പറ്റും. പിന്നെ നമുക്ക് ഈ ബുള്ളിങ് ഗ്യാങ്ങിൻ്റെ കാര്യം എടുത്ത് പറയുകയാണെങ്കിൽ ഓവറായി കൊണ്ടിരിക്കുകയാണ്. ഇപ്പം ഇന്നിപ്പോൾ ഓണത്തിൻ്റെ ഒരു എപ്പിസോഡായിരുന്നല്ലോ ഫുള്ള്. ആ 3 ഗെയിമിൽ അവർ ജയിച്ചു. ഓക്കെ, ജയം പരാജയം ഒക്കെ എല്ലാവർക്കും ഉണ്ടാവും. ആ ജയിച്ചതിന് ശേഷമുള്ള അവർ കാണിച്ചു കൂട്ടുന്ന അല്ലെങ്കിൽ അവർ പറയുന്ന വാക്കുകൾ ഇതൊക്കെ വളരെ സില്ലിയായിട്ട് കുട്ടികൾ വളർക്കുന്ന പോലെ എനിക്ക് അപ്പാനിക തോന്നുന്നു. ഇതൊക്കെ എങ്ങനെയാണ് ഒരു ആക്ടറായത്, മലയാളം സിനിമ ഇൻഡസ്ട്രിയിലൊക്കെ എങ്ങനെയാണ് ഇത് ഒരു ആക്ടറായിട്ട് തിളങ്ങുന്നത് എനിക്ക് മനസ്സിലാവുന്നില്ല. ഇത്രയും സില്ലി ആയിട്ടുള്ള ഒരു മനുഷ്യനെ ഞാൻ ബിഗ് ബോസ് ഹൗസിനകത്ത് കണ്ടിട്ടില്ല. വെറുതെ ചലച്ചുകൊണ്ട് നടക്കുക. ഈ റെന എന്ന് പറയുന്ന കുട്ടിയുടെ ഒരു മെയിൽ വേർഷനാണ് അപ്പാനി എന്ന് പറയുന്നത്. ഒരു അർത്ഥമില്ലാത്ത കാര്യം. അക്ബറാണെങ്കിൽ കളിക്കാൻ അദ്ദേഹം ഭയങ്കര ഇതാണ്. അപ്പാനിയൊക്കെ ഇങ്ങനെ ബാക്കപ്പ് ചെയ്ത് നിർത്തിയിട്ടുള്ള ഒരു കളിയാണ് ഈ അക്ബറിന്. അക്ബറിന്റെ ഗെയിം എപ്പോഴും മറ്റുള്ളവരെ അവഹേളിച്ചുകൊണ്ടും പാട്ടുകൾ പാടി അവഹേളിക്കുക എന്ന് മാത്രമല്ല, സെപ്റ്റ് ടാങ്ക് എന്ന് വിളിച്ചപ്പോൾ ഇപ്പോൾ മറ്റേ കുട്ടിയെ കക്കൂസ് എന്ന് വിളിക്കുന്നുണ്ട്. ഇങ്ങനെ മ്ലേച്ഛമായുള്ള വാക്കുകൾ ഉപയോഗിക്കുന്ന ഒരു കണ്ടസ്റ്റന്റ് വേറെ ഒരു സീസൺ ഉണ്ടായിരുന്നു. തെളിപോലെ ഈ നാട്ടുമ്പുറത്ത് പറയുന്ന പോലെയുള്ള കക്കൂസ്, സെപ്റ്റ് ടാങ്ക്, എന്തൊക്കെയാണ് ഇത് പറയുന്നെങ്കിൽ മനസ്സിലാണില്ല. എന്ത് കൾച്ചറാണിത്? ഞാൻ തൃശ്ശൂർക്കാരനാണ്. ശരിക്കും തൃശ്ശൂരിൽ നിന്ന് വന്നുള്ള ഒരാളെ ഇങ്ങനെ കാണുമ്പോൾ നമുക്ക് ഭയങ്കരമായിട്ട് മോശമായിട്ട് കാണും. പിന്നെ തമ്മിൽ ഭേദം അനീഷാണ്. അനീഷ് പിന്നെയും കുറച്ച് മാന്യമായ രീതിയിൽ കളിക്കുന്നുണ്ട്. അദ്ദേഹത്തിന് ഗെയിം വേറെ രീതിയാണെന്നുള്ളൂ. വാക്കുകൾ സൂക്ഷിക്കുന്നുണ്ട്. പറയുന്ന വാക്കുകൾ മണ്ടൻ, മരമണ്ടൻ, ഇങ്ങനെയൊക്കെയാണ് പറയുന്നുള്ളൂ അനീഷ്. അല്ലാതെ ഇതേപോലെ കക്കൂസ്, സെപ്റ്റ് ടാങ്ക്, എന്തൊക്കെയാണ് ഈ അക്ബർ കാട്ടിവിടുന്നത് എനിക്ക് മനസ്സിലാവുന്നില്ല. ഇതൊക്കെ ശരിക്കും പറഞ്ഞാൽ ലാലേട്ടൻ ചോദിക്കേണ്ടതാണ് കേട്ടോ. ഇത്രയും പ്രേക്ഷകർ കാണുന്ന ഒരു ഇതിൽ ഇത്രയും വാണിംഗ് കൊടുത്തിട്ട് പോലും ആ ഒരു കൾച്ചർ, അക്ബറിൻ്റെ ഒരു കൾച്ചർ എനിക്ക് മനസ്സിലാവുന്നില്ല. വൃത്തികെട്ട കൾച്ചറാണ് ശരിക്കും പറയുന്നത്. ഈ സെപ്റ്റ് ടാങ്കിൽ വിളിച്ചിട്ട് നാണം കെട്ട് നടന്നിരുന്ന ഈ രേണുസുതി മറ്റൊരാളെ ഇവ കക്കൂസ് എന്ന് വിളിക്കുമ്പോൾ ഇടിച്ചിരുന്ന് ചിരിച്ചുകൊണ്ടിരിക്കുന്നു. അതെന്താണ് ഈ രേണുസുതിയൊക്കെ? അവർക്കൊരു വ്യക്തിത്വമല്ലേ, ഒരു സ്ത്രീയല്ലേ അവർ? നീ വിളിക്കാൻ പാടില്ല. എന്നെ സെപ്റ്റ് ടാങ്ക് എന്ന് വിളിച്ചപ്പോൾ എനിക്ക് അത്രയും കൊണ്ടു. അപ്പം നീ അത് മറ്റൊരാളെ ഇങ്ങനെ പറയുമ്പോൾ എനിക്കത് കാണാൻ പറ്റും. അവിടെ ഒരു കണ്ടന്റ് ഉണ്ടാക്കിയിട്ട് രേണുസുതി മുന്നേറണം. അത് രേണുസുതിക്ക് ഒന്നും അറിയുന്നില്ല, എങ്ങനെ കളിക്കണമെന്ന് അറിയില്ല. കുറേ അവരുടെ ഗ്യാങ്ങിൽ പോയിരിക്കണം കാണാം, കുറേ ഇവരുടെ ഗ്യാങ്ങിൽ പോയിരിക്കണം കാണാം. പിന്നെ എന്താണ് ആ ഗെയിമിൽ കളിച്ച് അവരുടെ ടീമിനെ ജയിപ്പിക്കാനായിട്ട് ആ ശൈത്യ കട്ടപ്പായി അത്ര എഫേർട്ടാണ് ഇട്ടത്. അതിന് പകുതി പോലും രേണുസുതിക്ക് ചെയ്യാൻ പറ്റിയില്ല. അതുകൊണ്ടാണ് ഇത് മുഴുവൻ അവിടെ നിന്ന് ഇവർ കേൾക്കേണ്ടി വന്നത്. ഇവരെന്തൊക്കെയാണ് പറഞ്ഞത്? ഒരാൾ കളിച്ചു. അപ്പോൾ അനുമോൾ അതിന് ബദലായിട്ട് പറയുന്നുണ്ട്, അതായത് കളിച്ചു, തോറ്റു, ജയം, ഇതൊക്കെ എന്താണ് ഇത്രയും വലിയ സീരിയസ് ആയിട്ട് എടുക്കേണ്ട കാര്യമുണ്ടോ എന്ന് അനുമോള് ചോദിക്കുന്നുണ്ട്. അപ്പോൾ അനുമോളെ കുറിച്ച് ഇവർക്ക് മുൻപ് ഒരു ദേഷ്യം ഉണ്ടല്ലോ. ഇപ്പോൾ ജിയോ ഹോട്ട്സ്റ്റാറിൽ ഇവർ പായസം ഉണ്ടാക്കാനായിട്ട് പ്രേക്ഷകർ തിരഞ്ഞെടുത്ത അനുമോളാണെന്ന് അറിഞ്ഞപ്പോൾ തുടങ്ങിയതാണ് ഇവർക്ക് അനുമോളോടുള്ള ഒരു പ്രേക്ഷക പിന്തുണ ഏകദേശം മനസ്സിലായിട്ടുണ്ട്. അപ്പോൾ കട്ടയ്ക്ക് അസൂയും കുശുമ്പാണ്.
അപ്പൊ ഇപ്പൊ ഇതിൽ പായസം വെക്കുന്നതിൽ അനുമോളുടെ ടീം തോറ്റപ്പോൾ അത് വെച്ചിട്ടാണ് കളിയാക്കുന്നത്. നിന്നെ ജിയോ ഹോട്ട്സ്റ്റാറിന് പ്രേക്ഷകർ തിരഞ്ഞെടുത്തതല്ലടി, എന്നിട്ട് നീ തോറ്റില്ലടി എന്നുള്ള രീതിയിലൊക്കെ കളിയാക്കുന്നു. അപ്പോൾ അനുമോള് പറയുന്നുണ്ട്, എനിക്ക് പായസം വെക്കാൻ അറിയോ അറിയില്ല എന്ന് കണ്ടിട്ടല്ലല്ലോ പ്രേക്ഷകർ തിരഞ്ഞെടുത്തത്, എന്നോട് ഇഷ്ടം കൊണ്ട് തിരഞ്ഞെടുത്തു, ഞാൻ അത്ര വലിയ പാചകകാരിയൊന്നുമല്ല, ഞാൻ അത്ര പാചകകാരിയല്ല. ഇപ്പൊ ഇതിന് ജഡ്ജസായി വന്നവരും വലിയ പാചകകാരൊന്നും എനിക്ക് അഭിപ്രായമില്ല എന്ന് അനുമോള് തുറന്നടിച്ച് പറഞ്ഞു. അപ്പൊ എനിക്ക് പറയാനുള്ളത് എന്ന് വെച്ചാൽ ഈ ഒരു ബുള്ളിങ് അത് ഓവറായി കഴിഞ്ഞിരിക്കുന്നു. ലാലേട്ടൻ അത് ചോദിക്കണം, അക്ബറിനെയൊക്കെ കളിക്കാം, ഫ്രീഡം കൊടുക്കാം, പക്ഷെ ഇത് ഓവറായി പോകുന്നു എന്ന് തോന്നുന്നു. പല വാക്കുകൾ അക്ബർ പ്രയോഗിക്കുന്നു, അപ്പാനി പ്രയോഗിക്കുന്നൊക്കെ രണാസോനാണ് എനിക്ക് വരുന്നത്, രണ ഫാത്തിമ പറയുന്ന ആ വാക്കുകളൊക്കെ ഇതൊക്കെ വളരെ മോശമായിട്ടാണ് എനിക്ക് തോന്നുന്നത്. ബിന്നി കുത്തിത്തിരിപ്പൊക്കെ ഉണ്ടാക്കി നടന്നോട്ടെ, പക്ഷെ ബിന്നിക്ക് അധികം നാൾ എന്തായാലും ഇങ്ങനെ പോവുകയാണെങ്കിൽ, ഗെയിം പോവുകയാണെങ്കിൽ ബിന്നി അധികം നാൾ ബിഗ് ബോസിൽ നിൽക്കില്ല. കാരണം ഇതുപോലത്തെ ഒരുപാട് ആളുകളെ നമ്മൾ മുൻ സീസണിൽ കണ്ടിട്ടുണ്ട്. അതായത് സ്വന്തമായിട്ടൊരു നിലപാടില്ല, അവിടെ ഒരു കുത്തിത്തിരിപ്പ് ഉണ്ടാക്കുക, ഒരു ഗ്യാങ്ങിൽ പോയിരിക്കുക, കുറേ കുശും കുന്നായും പറയുക, ഒരു 10-25 ദിവസം കഴിയുമ്പോൾ പുറത്ത് പോകുക, ഒരു 30 ദിവസം പുറത്ത് പോകുക. എൻ്റെ പല കാര്യങ്ങളും ബിഗ് ബോസ് പുറത്ത് കാണിച്ചിട്ടില്ല, ഞാൻ കട്ടിലിൽ വെറുതെ കിടന്ന് കുശുമ്പ് പറയുന്നത് മാത്രമേ കാണിച്ചിട്ടുള്ളൂ. അങ്ങനെയാണ് മറ്റുള്ള കണ്ടസ്റ്റൻസിൻ്റെ ഒരുപാട് സീൻസ് കാണിക്കുന്നില്ലേ, അതുകൊണ്ട് അവർ കണ്ടന്റ് കൊടുക്കുന്നുണ്ട്. അപ്പോൾ പിന്നെ എന്തെങ്കിലും പുറത്ത് പോകാനുള്ളതാണ് എനിക്ക് തോന്നുന്നത്. എനിക്ക് ഈ ഒരു വീഡിയോയിൽ പറയാനുള്ളത് ഇത്രയേ ഉള്ളൂ, ഈ ബുള്ളിങ് ലാലേട്ടൻ എന്തായാലും ചോദിക്കണം എന്ന് തന്നെയാണ്. അത് അക്ബറിൻ്റെ ഈ ഒരു മോശപ്പെട്ടുള്ള വാക്കുകൾ മറ്റുള്ളവർ പറയുന്നത് അതൊക്കെ നിർത്തലാക്കണം എന്ന് തന്നെയാണ് എൻ്റെ ഒരു അഭിപ്രായം. അപ്പോൾ ഇത് അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ എല്ലാവർക്കും ബൈ.